ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ സൂൻ്റെ ബർത്ത്ഡേ കേട്ടോ. ഓനിക്കിന്ന് 10 വയസ്സാകണം. പിന്നെ മാർച്ച് 26 ഞാൻ ഈ വീഡിയോ ഇടുന്നത് കുറച്ച് വൈകിട്ടാണ്. അപ്പോൾ ഓന് എന്താ രാവിലെ നീച്ച് ഫ്രഷ് ആയതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്കൂൾക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇന്ന് ഓനിക്ക് ചെറുതായിട്ടൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജലദോഷവും പിടിച്ചിരിക്കണം. അപ്പോൾ എൻ്റെ സ്കൂൾക്ക് മുട്ടായി എടുത്തേച്ചിരുന്നു നല്ല രാത്രി ബാഗിൽ. അപ്പം അത് ശരിക്ക് കെട്ടാത്തതുകൊണ്ട് തന്നെ നേരം വെളുത്ത് നീച്ച് നോക്കുമ്പോൾ ഉറുമ്പൊക്കെ വന്നിക്കണം. അപ്പോൾ ഓനതെടുത്ത് തട്ടിക്കൊടയാ കേട്ടോ. അപ്പോൾ ഓന് ഞാനിപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാര്യങ്ങളെടുത്തത് ബർത്ത്ഡേ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഉണ്ടാക്കലില്ല. ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യും, അതേപോലെ തന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തിക്കണ്. പിന്നെ അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് ഇപ്രാവശ്യം സൈക്കിൾ മേടിച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു, അതൊന്നും നടന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി മേടിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി ഗിഫ്റ്റും കാര്യങ്ങളും എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് എൻ്റെ ഇഷ്ടമാണ്, എന്ത് തന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡയറി മിൽക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 100 അവനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഗിഫ്റ്റും കാര്യങ്ങളും എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം. പിന്നെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ. മാർച്ച് 26 ഒക്കെ പറഞ്ഞാൽ എക്സാം, എപ്പോഴും എക്സാമും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ എൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്തും മാർച്ച് 26 ഞാൻ ഡെലിവറി സമയവും ഓൻ ജനിച്ചതും ഒക്കെ ഒരേ സമയത്താണ്. അപ്പോൾ എനിക്കെൻ്റെ +2 കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അന്ന്, ഈ ഒരു ഡേറ്റിനായതുകൊണ്ട്, എക്സാമിൻ്റെ ഡേറ്റിനായതുകൊണ്ട്. പക്ഷേ ഞാൻ ടൈം എടുത്തിട്ട് അതൊക്കെ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഓൻ്റെ കുറേ ഫോട്ടോസും പിന്നെ വീഡിയോസിനുള്ളതൊക്കെ എടുത്തതിന് ശേഷം പിന്നെ സ്കൂളിലത്തെ ഓട്ടോ വരാൻ ടൈമായിട്ടോ. അപ്പോൾ ഓനെ കൊണ്ടാക്കി പോകുന്ന ഞാൻ തിരുമ്പാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ. കൂടുതൽ ഞങ്ങൾക്ക് അങ്ങനെ ആഘോഷമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ ബർത്ത്ഡേ ഇസുൻ്റെ ഹസ്ബൻ്റെ ഒക്കെ വരുമ്പോഴാണ് എനിക്കും ഞങ്ങൾക്ക് കുറച്ച് സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ആ ഒരു ദിവസം. അല്ലാതെ കൂടുതൽ അങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മിക്കാൻ പ്രത്യേകിച്ച് സന്തോഷമോ കാര്യങ്ങളുള്ള ദിവസങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഹെസമോൾക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടോ ഞാൻ പോയിരുന്നത്. ഓള് ഒറ്റക്ക് തിന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിന്ന് ആ സമയം ഞാൻ വേഗം തിരുമ്പട്ടെ വിചാരിച്ചിട്ട് അതിന് വേണ്ടി ഞാൻ നിൽക്കുകയാണ്. അപ്പം ഇനി തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹെസമോളെ കുളിപ്പിച്ച് പിന്നെ ഞാൻ ഉച്ചക്ക് പോകണമെന്നാണ് വിചാരിച്ചിരുന്നു. ഉച്ചക്കത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിൽ നിന്ന് അമ്മ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞേക്കണേ. ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കും, ഇവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കലുണ്ട്. പിന്നെ അതേപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും, അവിടെ ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഓൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഒരു സ്കൂട്ടി ഉണ്ട്. പിന്നെ ഓല് രണ്ടാളും വന്ന് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ ബസ്സിന് വരേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് 2 വരവൊക്കെ വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോണതാണ് ഒന്നും കൂടി എളുപ്പം തോന്നിട്ടോ. ഞങ്ങളവിടെ അടുത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിക്കുക, അതേപോലെ തന്നെ കേക്കും കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ രാത്രി അവിടെ ഒന്നും ഓപ്പൺ അല്ല എന്നുള്ളത് പിന്നെ കേട്ടോ മനസ്സിലായത്. അങ്ങനെ വിചാരിച്ചു ഞാനൊരു നിമിഷം. പിന്നെ എന്തായാലും അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലത് എൻ്റെ വീട്ടിൽ തന്നെ കേട്ടോ. പിന്നെ അങ്ങനെ വിചാരിച്ചപ്പോൾ ഇനി കേക്കും കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്തിക്കണേ ഞാൻ. അത് ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴി തന്നെയാണ്. ഇസുവിൻ്റെ സ്കൂൾ 1:20 ആകുമ്പോൾ വീട്ടിലേക്ക് എത്തും. ആ ഒരു സമയത്ത് ഞാൻ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. സ്കൂൾ വിട്ട് കഴിഞ്ഞതിന് ശേഷം റെഡി ആയിട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോൾ പിന്നെ ചിന്തിച്ചു ഈ വെയിലും കാര്യങ്ങളും ഒരു 4 മണി വരെ എന്തായാലും നിൽക്കും, വെയിലത്ത് പോകണത് അത്ര നല്ലതല്ല എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ചെറിയ രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചുമ്പോൾ ഉച്ചക്ക് ചെല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഫുഡൊക്കെ ഉച്ച സമയത്തേക്ക് തന്നെ റെഡി ആക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ് ഈ വെയിലൊന്നും ആയിട്ട് 4 മണിക്കുള്ളൂ വെയിറ്റ് ഉണ്ടാവുക പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉൾക്കുണ്ടാക്കും കൊടുക്കണം. ഇത് വന്നതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഉറക്കണം.
അങ്ങനെ എൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുളിച്ചാലൊന്നും പോയില്ല കേട്ടോ. വേഗം ഹെസുമോൾക്ക് ഓളെ കുളിപ്പിച്ച് കൊടുത്തു. അതിൻ്റെ അടിയിൽ ഓളെ കുളിപ്പിച്ച് കൊടുക്കൽ കഴിഞ്ഞിട്ട് ഓൾക്ക് എന്താണ് മുടിയൊക്കെ വെറുതെ വാർന്നു കൊടുക്കുകയാണ്. ഓളാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നപ്പോഴത്തേന് ആകെ ഹാളിൽ കൂടെ ആകെ ഓളെ കളിച്ചുന്ന സാധനങ്ങളൊക്കെ പരത്തേക്കണം. അപ്പം ഞാനത് പറഞ്ഞു എടുത്ത് വെക്കുന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ ഇസൂന് എന്താ ഇപ്പോൾ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക എന്ന് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഹെസമോൾക്കാണെന്നുണ്ടെങ്കിൽ ഇസു വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഓൾക്ക് ചെറിയ രീതിയിൽ ഇപ്പം എന്തെങ്കിലും പെൺകുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ല, എന്നാലും ഓൾക്ക് എന്താണ് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യം വാങ്ങിച്ചു കൊടുക്കാനാണ് കേട്ടോ എനിക്ക് ആഗ്രഹം. പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ. പിന്നെ ഈ മിഠായി കാര്യങ്ങളൊക്കെ കൂടുതൽ അതും എനിക്ക് വല്ലാതെ താല്പര്യമില്ല. പിന്നെ വലിയ കാറുകളുമ്പോൾ കൂടെയൊക്കെയാണ് ഇസുവിൻ്റെ കണ്ണ്, പിന്നെ റിമോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം എനിക്കും തന്നെ അതൊക്കെ എന്താണ് ഓൽക്കോലെ പപ്പ കൂടുന്ന സമയത്ത് തന്നെ ഒരാഴ്ച ഉണ്ടാവും ആ ഒരു എന്താണ് ആ കാറുമ്പോഴുള്ളൊരു നോക്കലും ഒരിക്കലും. പിന്നെ അത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി 2 പാർട്സാക്കിയിട്ട് അങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നി വെറുതെ. പക്ഷെ എന്നാലും കുട്ടികളെ ആഗ്രഹത്തിന് ഓൽക്ക് ആ ഒരു സമയത്ത് ഓൽക്ക് ആവശ്യമുള്ളത് മേടിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ എല്ലാവരും പിന്നെ എന്ത് ടോയ്സും പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഹെസുമോള് പരത്തിയ സാധനങ്ങളായിട്ടതൊക്കെ. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു ഇതൊന്ന് എടുത്തേക്ക്, ഞാൻ ആകെ ക്ഷണിച്ചിരിക്കണം, ഒന്ന് എടുത്ത് വെക്കുന്നൊക്കെ പറഞ്ഞു. ഒരു മൈൻഡും ഇല്ല. അപ്പോൾ ഞാൻ തന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഞാൻ കുളിച്ചാൻ പോകാൻ വേണ്ടി നിൽക്കണം. അതിൽ ഹെസുമോൾക്ക് പിന്നെ ഞാൻ കഞ്ഞി കൊടുക്കട്ടോ. കഞ്ഞി കൊടുത്തതിന് ശേഷം പിന്നെ ഇസും വരാനേക്കണ്. ഞാൻ അപ്പം അന്ന് കഞ്ഞി കൊടുക്കണം തന്നെ. ഏതായാലും വീട്ടിൽ നിന്ന് ചെന്നാൽ ഫുഡ് ഉണ്ടാക്കിക്കണമല്ലോ. കൂടുതലായിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം കുറച്ച് നേരം പോലെ രണ്ടാളെയും കടത്തി ഉറക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിലാണ് ഈ സമയത്തൊക്കെ. ഈ വെയിലൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈസി ഉറങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് പിന്നെ ഒരു 4 സമയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോണത്. രണ്ടാൾക്കും തൊപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടേന്. കാരണം അത്രയും വെയിലുണ്ടായിരുന്നു ഈ ഒരു സമയത്തും. ഹെസുമോൾ അവിടെ പോയി നിൽക്കുകയാണ് ഇന്നക്കകത്ത്. ഇസു ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്, അല്ല വീഡിയോ. അപ്പോൾ ഇസു പറഞ്ഞു ഗിഫ്റ്റും കാര്യങ്ങളും എനിക്ക് ഇങ്ങനെ പിന്നെ വാങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കണക്ക് വേണ്ടത് ചോദിച്ചപ്പോൾ ഓന് എന്താണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബ്രേസ്ലെറ്റും
മാലയും മോതിരമൊക്കെ മേടിച്ച് തന്നാലോ പറഞ്ഞു. അപ്പോൾ അതും എനിക്കിഷ്ടമാണ്. എനിക്കും ഇഷ്ടമാട്ടോ ബോയ്സ് എന്തെങ്കിലും രീതിയിൽ ബ്രേസ്ലെറ്റോ അതേപോലെ റിങ്ങും ഒക്കെ ഇടുന്നത് എനിക്കും കാണുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യും ഓൾറെഡി ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ എന്താ പറഞ്ഞ് വാച്ച് മതിയായിരുന്നു. അപ്പോൾ ഒരു വാച്ചും വാങ്ങിച്ചു കൊടുത്തു ഞാൻ. അപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ രീതിയിലുള്ളൂ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയത് എന്നുള്ളൊരു സങ്കടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് ഒരു ആഗ്രഹം ഇങ്ങനെ കുറച്ച് നല്ല കാറും കാര്യങ്ങളും റിമോട്ടിൻ്റെ അതേപോലെ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ്. എനിക്ക് മറ്റേ ബൈക്ക് കാറ് ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്രയും നല്ല ഇഷ്ടമാണ്. ഇനിയിപ്പോൾ എത്രയാണെങ്കിലും. അപ്പോൾ എനിക്ക് കൂടുതൽ അങ്ങനത്തെ മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ആ ഒരു സങ്കടം എനിക്കുള്ളിലുണ്ടെങ്കിലും പക്ഷേ ഓനെ ഹാപ്പി ആട്ടോ. വാച്ചും കാര്യങ്ങളൊക്കെ ഒരേ സമയത്ത് കിട്ടിയതുകൊണ്ട് ഓനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അങ്ങനെ മാല മേടിച്ചു കൊടുക്കും കൂടുതലായിട്ടൊക്കെ. എപ്പോഴൊന്നുമില്ല, എപ്പോഴെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കും. അത് പൊട്ടിക്കഴിഞ്ഞാലുള്ളൂ ഞാൻ അങ്ങനെ മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ 2 3 ആയ സമയത്തും എനിക്കൊരു കൂടുതൽ സന്തോഷവും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു വാച്ച് എടുത്ത് കേട്ടോ. എനിക്ക് ഈ വാച്ച് മതി പറഞ്ഞ് അപ്പോൾ ഓൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതേപോലത്തെ വാച്ച് ഉണ്ട്, എനിക്കിത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓക്കെ. ഇതിന് എത്രയും 300-ൻ്റെ അടുത്തുള്ളൂ, 270 അത്രയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ കേക്ക് മേടിച്ചാൻ വേണ്ടിയിട്ട് കേക്ക് ഓർഡർ കൊടുത്ത വീട്ടിൽ ഇറങ്ങിട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല, അവർ ഇവിടേക്ക് പൊയ്ക്കാണ് പറഞ്ഞു. അപ്പോൾ വേറെ അടുത്ത വീട്ടിലൊരാൾ കേക്കും കാര്യങ്ങളൊക്കെ എടുത്തന്ന്. പിന്നെ ഞങ്ങൾ കേക്ക് കൊടുന്നതിന് ശേഷം ഞങ്ങളങ്ങനെ ഇനി വീട്ടിൽ കേട്ടോ പോണത്. അപ്പോൾ ഇതാണ് ഇസുവിൻ്റെ കേക്ക്. സിമ്പിളായിട്ട് ഇങ്ങനെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ പറയണ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കി തരും കേട്ടോ. ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഇസുവിൻ്റെ ആണെങ്കിലും ഹെസോൻ്റെ ആണെങ്കിലും എപ്പോഴും ഒരു ആളടുത്ത് തന്നെ ഞാൻ വാങ്ങിക്കൽ കേക്കും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഫസ്റ്റ് ചെന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഭക്ഷണം കേട്ടോ കഴിച്ചത്. ആൾക്ക് നല്ല ഫുഡ്, നല്ല വിശപ്പുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേക്ക്. ഞങ്ങളെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഏകദേശം മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനിരിക്കണം കേട്ടോ. ഏകദേശം ഒരു 5:30 ആ ഒരു സമയത്തൊക്കെ കേട്ടോ. ആയിട്ടൊന്നുമില്ല, എന്നാലും 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയിട്ട് ഫുഡാട്ടോ കഴിച്ചത്, കാരണം അത്രയും വിശപ്പുണ്ടായിരുന്നു. പിന്നെ സുമോളൊക്കെ ഡ്രസ്സൊക്കെ അയച്ച് മാറ്റി പിന്നീട് മാറ്റി കൊടുത്ത് വീണ്ടും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാം കേട്ടോ.
അപ്പോൾ കേക്ക് കട്ട് ചെയ്യലും അതേപോലെ തന്നെ എല്ലാവരും കേക്ക് കഴിച്ചലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഉമ്മ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും പറഞ്ഞിട്ടും അങ്ങനെ കുറച്ച് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ ഒരു പാവാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും എന്തുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അതാദ്യം ഞാൻ പറയാൻ എൻ്റെ അമ്മാനോടായിരിക്കും കേട്ടോ. അപ്പം അമ്മ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ മഗ്‌രിബൊക്കെ ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അമ്മ ഫുഡാക്കി തരുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഞാൻ ഇവിടുന്ന് തിന്ന് പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുന്നു കേട്ടോ, വൈകിട്ട് തിന്നാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ നേരെ അങ്ങനെ പോകുന്നു. അവിടുന്ന് വീട്ടിൽ നിന്ന് അമ്മയോടൊക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. നേരെ പാർക്കൊക്കെ പോകുന്നത്. പാർക്കിൽ വന്ന ദിവസങ്ങളും ഇസും നല്ല കളിയിലാണ്. ഞങ്ങളടുത്താണ് പാർക്കെങ്കിലും പിന്നെ ഇപ്പോൾ ഇസുവിൻ്റെ എക്സാം, മദ്രസത്തെ എക്സാം, സ്കൂളത്തെ കഴിഞ്ഞിട്ട് സ്കൂളത്തെ എക്സാം ആ ഒരു ഇതൊക്കെ ആയപ്പോൾ ഞങ്ങൾ അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നും നാളെ എക്സാം ഉണ്ട്. എക്സാമിന് ഇനി ചെന്നിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇസുനോടെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ നമുക്ക് പോകാം പാർക്കൊക്കെ, ഏതെല്ലാം സ്കൂളൊക്കെ പൂട്ടിയിട്ട് നമുക്ക് പോരാന്നേ ഇന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും തന്നെ വിചാരിച്ചു ഇനി വേണ്ട, അവൻ്റെ ഇഷ്ടത്തിന് തന്നെ നിൽക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. ഓക്കെ.